ഹരേ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി. ഭക്തജനങ്ങളെ, ഇനി ലക്ഷ്മണസാന്തനമാണ്. വത്സാ സൗമിത്രേ കുമാരാനീ കേൾക്കണം, മത്സരാജ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതോ മുന്നമേ ഞാനതോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യ പോലവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനീ. ദൃശ്യമായുള്ള ഒരു രാജദേഹാദിയും നിശ്യവും നിശേഷസാധ്യതനാദിയും സത്യമെന്നാകെ പ്രയാസം തവ യുക്തമല്ലായിരുന്തിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രമാചഞ്ചലം വേഗേന നഷ്ടമായി സുമൂർക്കനി വക്നി സന്തപ്ത ലോകസ്ഥാംബുബിന്ദുനാം സന്നിപം മർത്യജന്മം ക്ഷണഭങ്കുരം ചക്ഷുശ്രവണകളത്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ കാലാകിന പരിഗ്രസമാം ലോകവും ആലോചേതത്താ ഭോഗങ്ങൾ തീരുന്നു. പുത്രമിത്താത്ത കളച്ചാതി സംഗമം എത്രയും അല്പകാലത്തിതാമോർക്കനീ വാന്തർ പെരുവഴിയമ്പലം തന്നിലേ താന്തനാൽ കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാട്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയുമർച്ചനയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം തടാം അല്പമായിട്ടും നിരൂപിക്ക ലക്ഷ്മണാം. ജാഗാതി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്ക സ്വപ്നം തുല്യം സുഖേ തുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചു വേഗേന യാതപതിയിൽ മറഞ്ഞിരു സത്വരം നെച്ചരിയും വന്നിരു ദേശയിലോപരി വിദ്യുതം വന്നിരു പിന്നെയും ഭാസ്കരൻ. ഇത്തം അതിഭ്രമമുള്ള ഒരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്ന ഏതുമറിവീന മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയുമ്പോൾ ചേതമോദേന മരിക്കുന്നൊരു ചില നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോട്ടറിയും നീലമായ തൻവൈഭവം. ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത്താചിത് പുരുഷൻ ഗതി ഏതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ ഒന്നു പോനാകിയാൽ ആമകുംഭാമ്പു സമാനമായി സുടൻ ഹോമതേജം ധരിക്കുന്നില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളയും വന്നു ദേഹം നശിപ്പിക്കുമേവരും നിർണയം. വ്യാധിയെ പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചീരും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടുതൽ നേരം പിരിയാതെ ചിത്രവും പാട്ടുപാട്ടുള്ളിയിരിക്കുന്നു. കുഞ്ഞേ ലക്ഷ്മണ, നീയെ മത്സരബുദ്ധി വെടിഞ്ഞ് ഞാൻ പറയുന്നത് കേൾക്കൂ. നിന്റെ തത്വം ഞാൻ മുമ്പേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. എന്നോട് നിനക്കുള്ളതുപോലെ സ്നേഹം മറ്റാർക്കുമില്ല. നിനക്ക് അസാധ്യമായ ഒരു കാര്യവുമില്ല. എങ്കിലും ഇത് കേൾക്കൂ. ഈ കാണാവുന്ന രാജ്യവും ലോകവും ശരീരവും ധനധാന്യാദികളുമെല്ലാം സത്യമാണെങ്കിൽ നിന്റെ പ്രയത്നം ശരിയാണ്. അല്ലെങ്കിലോ പിന്നെ ഇതുകൊണ്ട് എന്താണ് ഫലം? ലൗകിക സുഖങ്ങളെല്ലാം ഇന്നൽ പോലെ പറയുന്നവയാണ്, നശ്വരങ്ങളാണ് കുഞ്ഞെ. ആയുസ്സും വേഗത്തിൽ നശിക്കുമെന്ന് നീ അറിയണം. ചുട്ടുപഴുത്ത ഇരുമ്പുപാളിയിൽ വീണ നീർത്തുള്ളി പോലെ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് മനുഷ്യജന്മം. പാമ്പിൻ്റെ വായ്ക്കുള്ളിൽ പെട്ടിരിക്കുന്ന തവള ഇരചേടാനായി വായു പൊടിക്കുന്നത് പോലെ കാലനാവുന്ന സർപ്പത്തിൻ്റെ വായ്ക്കുള്ളിൽ പെട്ടിരിക്കുന്ന ജീവികളെ മനുഷ്യരെ ചഞ്ചലമായ മനസ്സോടെ സുഖാനുഭൂതികൾ തേടുന്നു. പുത്രന്മാർ, മിത്രങ്ങൾ, ഭാര്യ, സമ്പത്ത് എന്നിവയൊക്കെ ചേർന്നുള്ള ജീവിതം അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. നടന്നു തളർന്നു വരുന്ന യാത്രക്കാർ വഴിയമ്പലത്തിൽ ഒത്തുകൂടിയിട്ട് പിരിഞ്ഞു പോകുന്നത് പോലെയും നദിയിൽ തടികൾ ഒഴുകി വരുന്നത് പോലെയും ഗാർഹിക ബന്ധങ്ങൾ വളരെ ചഞ്ചലമാണ്. ഐശ്വര്യം മനുഷ്യർ സ്ഥിരമായി നിൽക്കാറില്ല. യൗവനവും എക്കാലത്ത് നിൽക്കാറില്ല. ഭാര്യാസുഖം വെറും സ്വപ്നം പോലെയാണ്. ആയുസ് അല്പകാലത്തേയുള്ളൂ എന്നതുകൂടി ചിന്തിക്കുക. രാഗദ്വേഷാദികളാവുന്ന ഈ ലൗകിക ജീവിതം ആകെ കൂടി ചിന്തിച്ചാൽ സ്വപ്നം പോലെ തന്നെ. ഗന്ധർവനഗരം പോലെ മായാമയമായി ഈ ജീവിതത്തിൽ നിത്യവും ഒഴുകിപ്പോകുന്നത് മൂഢന്മാരാണ്. സൂര്യൻ ഉദിക്കുന്നു,
താമസിയാതെ അസ്തമിക്കുന്നു. ഒന്ന് ഉറങ്ങി ഉണരുമ്പോഴേക്കും വീണ്ടും സൂര്യൻ ഉദിക്കുകയായി. കാലമിങ്ങനെ കടന്നു പോകുന്നത് ബുദ്ധിഭ്രമം ബാധിച്ച ജീവികളാരും അറിയുന്നതേയില്ല. മായയാവുന്ന സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യർ ആയുസ് പോകുന്നത് അറിയുന്നതേയില്ല. ജലാനരകൾ ബാധിച്ച് വാർദ്ധക്യത്തിലും വളരെ മോഹത്തോടെ ചിലർ മരിക്കുന്നു. ഭൗതിക പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും മായയുടെ വൈഭവം അറിയുന്നില്ല. ഇപ്പോൾ പകലാണ്, പിന്നാലെ രാത്രി വരും, അത് കഴിഞ്ഞാൽ വീണ്ടും പകലാവും എന്നിങ്ങനെ വിചാരിക്കുന്ന മൂഢന്മാരെ ദൈവഗതി ഒട്ടും അറിയാതെ കാലസ്വരൂപനായ ഈശ്വരന്റെ ലീലാവിശേഷങ്ങൾ അറിയാത്തത് കൊണ്ട് പച്ച മൺകുടത്തിൽ നിറച്ചു വെച്ച വെള്ളം പോലെ ആയുസ് നഷ്ടപ്പെടുന്നത് മനസ്സിലാക്കുന്നതേയില്ല. ഏതു വ്യക്തിയായാലും അയാളുടെ ദേഹത്തെ രോഗങ്ങളാവുന്ന ശത്രുക്കൾ ആക്രമിച്ചു നശിപ്പിക്കും. ഒരു പെൺകടുവ എന്ന പോലെ ശരീരത്തെ ആക്രമിക്കും. മരണം എപ്പോഴും തക്കം നോക്കി മർത്യന്റെ ഉള്ളിൽ തന്നെ വസിക്കുന്നു. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹാമാഢ്യരോഹാമെന്നാം പ്രേരിതം കലർന്നീരും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചു പോകിനാം, ബന്ധുവെന്നീരാച്ചമഞ്ഞു പോയിരാം. മണ്ണിനു കീഴായി കൃമികളായി പോകിനാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. മാംസരക്താസി വിമൂത്രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായുള്ളൂ കായം വികാരിയായുള്ളൂ നിജാധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസതാരിൽ നിരൂപിച്ചതും തമാ ജ്ഞാനമില്ല എന്നറിയ നീ ലക്ഷ്മണൻ. ദോഷങ്ങളൊക്കെയും ദേഹാഭിമാനിന ദോഷേന വന്നു ഭവിക്കുന്നതോർക്കനി. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോട്ടിൽ ഞാനായത് ആത്മാവെന്നു മോഹൈക തന്ത്രിയായുള്ളത് വിദ്യകൾ. സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. ആകയാൽ മോക്ഷാധിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറിയ നീ. മുക്തിക്ക് വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളതിൽ ക്രോധമറിയണോ. മാതാപിതൃ ഭാതൃ മിത്രസഖികളെ ക്രോധനിമിത്തം ഹനിക്കുന്ന രൂപമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം സംസാരബന്ധനം. ക്രോധമല്ലോ നിജകർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതോ നിർണയം. വൈതരണ്യാഖിയാകുന്നതോ തൃഷ്ണയും സന്തോഷമാകുന്നതോ നന്ദനം വനം. സന്തതം ശാന്തി കാമസുലഭികയിൽ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാൽ ഒരു ജാതിയും വരാം. നാരായണ. ശരീരമുള്ളത് കൊണ്ട് ഊറ്റം കൊള്ളുന്ന ജീവികള് ജീവിത വ്യാമോഹങ്ങളോടെ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, ഞാൻ ആഢ്യനാണ് എന്നൊക്കെ ചിന്തിച്ച് അഹങ്കരിച്ചിരിക്കുമ്പോൾ ഈ ശരീരം ജന്തുക്കൾക്ക് ഭക്ഷണമായി തീർന്നേക്കാം, ദഹിച്ചു ചാമ്പലായി പോയേക്കാം, അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടന്ന് പുഴുക്കളായി പോയേക്കാം. അതുകൊണ്ട് ഈ ശരീരത്തെ കരുതി ഊറ്റം കൊള്ളുന്നത് നന്നല്ല ലക്ഷ്മണ. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ശരീരം തൊലി, മാംസം, രക്തം, അസ്ഥി, മലം, മൂത്രം, ശുക്രം ഇവയുടെ ചേരുവയാണ്. മായാമയമായി രൂപാന്തരം പ്രാപിക്കുന്നതാണത്. ഈ ദേഹത്തെക്കുറിച്ചുള്ള അഭിമാനത്താൽ ഉണ്ടായ മോഹം കൊണ്ട് നീ ഈ ലോകത്തെ ദഹിപ്പിക്കാൻ മനസ്സിൽ കരുതിയത്. അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്. ദേഹത്തെക്കുറിച്ച് കുറ്റകൊള്ളുന്നവർക്ക് കോപം കൊണ്ടാണ് സകല ദോഷങ്ങളും സംഭവിക്കുന്നത് നീ മനസ്സിലാക്കണം. ഈ ദേഹമാണ് ഞാൻ എന്ന ചിന്ത മനുഷ്യർക്ക് മോഹത്തെ ജനിപ്പിക്കുന്ന അവിദ്യയാവുന്നു. ഞാൻ ശരീരമല്ല, ആത്മാവാണ് എന്ന ബോധം മോഹത്തെ ഇല്ലാതാക്കുന്ന വിദ്യയാണ്. ഈ സംസാരം അവിദ്യയുടെ സൃഷ്ടിയാണ്. വിദ്യ സംസാരത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കുന്നവര് ഏകാഗ്രമായ ചിത്തത്തോടെ വിദ്യ നേടണം. അവിടെ കാമം, ക്രോധം, ലോഭം, മോഹം മുതലായ ശത്രുക്കൾ ഉണ്ടെന്നറിയണം. അവയില് മുക്തിക്ക് തടസ്സമുണ്ടാക്കാൻ ഏറ്റവും ശക്തിയുള്ളത് ക്രോധമാണെന്ന് മനസ്സിലാക്കുക. മാതാവ്, പിതാവ്, സഹോദരൻ, സുഹൃത്ത്, കൂട്ടുകാരൻ എന്നിവരെ കൂടി ക്രോധത്താൽ മനുഷ്യൻ വധിക്കുന്നു. ക്രോധം മനോദുഃഖത്തിന് വക നൽകുന്നു. മനുഷ്യർക്ക് ലൗകിക ബന്ധനം ഉണ്ടാക്കുന്നത് ക്രോധമാണ്. കർമ്മങ്ങൾക്ക് ഹാനി ഉണ്ടാക്കുന്നത് ക്രോധമാണ്. ആകയാൽ വിദ്വാൻമാർ ക്രോധത്തെ പാടെ ഉപേക്ഷിക്കണം. ക്രോധമാണ് യമനാവുന്നത്. തൃഷ്ണ വൈതരണി നദിയാവുന്നു. സംതൃപ്തി നന്ദനോദ്യാനമാണ്. മനഃശാന്തി കാമധേനുവാകുന്നു. അതുകൊണ്ട്
നീ ശാന്തി നേടൂ. ഒരു വിധത്തിൽ നിനക്ക് ദുഃഖമുണ്ടാവുകയില്ല. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആകന്തമേലെ വസിപ്പതാത്മാവുകൾ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായ വികൽപ്പം ബലം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവസാചേതസി ഭാവിച്ചുകൊള്ളുക നീ. സാരജ്ഞനായ നീകൾ സുഖ ദുഃഖം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മയാ ആചരിച്ചിടുകന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരമപടി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ധരിച്ചു തൽസ്ഥാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെ ഒക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മനസ്സിങ്കൽ നിന്നാശു കളകനീ. മനമല്ലോ പരമാവതാമാസ്വദം സൗമിത്രി തന്നോട് ഈ വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൾ. ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, ബുദ്ധി എന്നിവയ്ക്ക് മേലിൽ നിൽക്കുന്നതാണ് ആത്മാവ്. സ്വയംപ്രകാശനും ആനന്ദപൂർണനും നിർഭയനും നിർവികാരനും സർവജഗന്മയനും സർവജ്ഞനുമായ നീ കേട്ടുകൊള്ളൂ. സുഖവും ദുഃഖവുമായ പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചേ തീരൂ. കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർത്തവ്യങ്ങളെല്ലാം അനുഷ്ഠിക്കുക തന്നെ വേണം. ഒന്നിലും ആസക്തിയില്ലാതെ കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ പരമാത്മാവിൽ സമർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിർമ്മലമായ ആത്മാവിനോട് കർമ്മങ്ങൾക്ക് ബന്ധമുണ്ടാവുകയില്ല. അഭിമാനം ഉപേക്ഷിച്ച് ആനന്ദത്തോടെ മായാമോഹങ്ങളോടെ മായാമോഹങ്ങളെ മനസ്സിൽ നിന്ന് കളയുക. മാനമാണ് എല്ലാ ആപത്തുകൾക്കും കാരണം. ദർപ്പണൻ ഇങ്ങനെ എഴുതി ചെയ്തിട്ട് ശ്രീരാമൻ കൗസല്യ മാതാവിനോട് പറഞ്ഞു, കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകലാം. ആത്മാവിനേതുമേ പേടയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാത്തവരെ പോലെ. സർവലോകങ്ങളിലും വസിച്ചിരുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴുകെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ കേവലം. 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ട് ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടനോടും അനുഗ്രഹിച്ചിടണം. അച്ഛനും തുള്ളിയിലും നിശ്ചയെന്നാൽ നിച്ഛ എന്നും കുറച്ചിടണം. അമ്മയും ഭർത്തുകർമാനുകരണമത്രേ പാതിവൃത്യ നിർത്താമധൂനാമെന്നു നിർണയം. മാതാഹു മോദാലനുമതിച്ചേരിനാലേതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിടുക എന്നു പറഞ്ഞു നമസ്കരിച്ചിടാൻ. പിന്നെയും മാതൃപാതാദിയെ പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗതീമനി ചേർത്താതരാൽ മൂർധനി പാത്മാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ. ആജീവജനങ്ങളാശു കൗസല്യയും ദേവകളോടിരഞ്ഞീടിനാൾ. ശുദ്ധികർത്താവേ വിരിഞ്ചാവത്മാതര പുട്ടതയാഭ്യേ പുരുഷോത്തമാകരെ മൃത്യുഞ്ജയ മഹാദേവാ ഗൗരീപദേ ദൃഷ്ടാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സൃഷ്ടി സ്ഥിതിലയകാരിണി ചണ്ഡികേ എന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നീരുന്ന നേരവും തന്മതി കെട്ടുടങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിരുവൻ നിങ്ങൾ. അമ്മേ, സന്തോഷത്തോടെ ഞാൻ പറയുന്നത് കേൾക്കണം. വിഷാദിക്കരുതേ. ആത്മാവിനെ അറിയാത്തവർ ചെയ്യുന്നത് പോലെ ആത്മാവിനെ പീഡിപ്പിക്കരുത്. സകല ലോകങ്ങളിലും വസിക്കുന്ന ജനങ്ങളെല്ലാം എപ്പോഴും ഒരുമിച്ച് ജീവിക്കുക സാധ്യമല്ല. അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. 14 വർഷം വനത്തിൽ മാറ്റിട്ട് ഞാൻ വേഗം തിരിച്ചു വരും. ദുഃഖം കളഞ്ഞ് തെളിഞ്ഞ മനത്തോടെ അമ്മ എന്നെ അനുഗ്രഹിക്കണം. അച്ഛൻ്റെ ആഗ്രഹം അറിഞ്ഞിട്ട് അത് തന്നെ സ്വന്തം ആഗ്രഹമെന്ന് അമ്മ കരുതണം. സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ പ്രവൃത്തികളെ അനുകരിക്കലാണ് ആധിപത്യനിഷ്ഠ. അമ്മ സന്തോഷപൂർവ്വം അനുവദിച്ചാൽ എനിക്ക് ലേശവും ദുഃഖമില്ല. അമ്മയുടെ മനസ്സ് സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വനവാസം സുഖമായി വരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ മാതങ്ങളുടെ അടുക്കൽ ശ്രീരാമൻ വീണ്ടും നമസ്കരിച്ചു. അമ്മ പ്രീതിയോടെ മകനെ പിടിച്ച് മടിയിലിരുത്തി ശിരസിൽ കണ്ണുനീർ കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് ആശീർവാദങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ദേവകളോട് യാചിച്ചു. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവാം പുരുഷോത്തമനായ വിഷ്ണു ഗൗരീപദേ മഹാദേവ ഇന്ദ്രാദിക്പാലകന്മാരെ ദുഃഖനാശിനിയായ ദുർഗാദേവി എൻ്റെ മകൻ
നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബോധമില്ലാതെ ഉറങ്ങുമ്പോഴും നിങ്ങൾ സന്തോഷപൂർവ്വം സംരക്ഷിക്കുവൻ. ഇത്തമർത്തിച്ചു തൻപുത്രനാം രാമനെ ബദ്ധപാത്മം കാടകാടം പുറന്നുടൻ ഈരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരികെന്നനുവദിച്ചതിനാൽ തട്ടനെ രാഗവും നത്വാസകജ്വലം ലക്ഷ്മണൻ താനും പറഞ്ഞാനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം, നിന്നൊളിപ്പാട് കേട്ടു തീർന്നു പോലും. തത്പാദസേവാട്ടമായി നടിയനും ഇപ്പോൾ വലിയ വിലകൊള്ളുവനെന്നുമേ മോദാലതിനായി അനുവദിച്ചിടണം. സീതാപതേ രാമചന്ദ്രാദയാദിനെ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിരേനാകതുല്യവതരാജകുവതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാതരാൽ പങ്കജലോചനൻ താനോ മലുള്ളിടു. വൈദേഹിലെന്നോട് യാത്ര ചൊല്ലിയിടുവാൻ ബോധേന സീതാഗൃഹം ബുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതം ഉദ്ധാനവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാചയാൾ തൃക്കാൽ കഴുകിച്ചു സാദരം. മന്ദാസം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിരിനാൾ. ആരുമകമ്പടി കൂടാതെ ശ്രീമാതചാരേന വന്നതെന്തൊരു മാനിതേ വാരണവീരനെങ്ങോ മമവല്ലഭേ വല്ലഭ. ഗൗരാതപത്രവും താഴപുണ്ടാദിയും ചാമരതന്ത്രവും വാദ്യഘോഷങ്ങളും ശാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതി രോമാഞ്ചമോടെഴുന്നള്ളിയാതെന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു ബുദ്ധിപതി സുതന്താനുമരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യാരാജ്യം മമാ പുണ്യം വരുത്തുവാൻ താതനറിയടോ. ഞാനതു പാലിപ്പതിനായി ശുഭവുന്നു മനസ്സേ ഖേദമിലച്ചുവാണിയിടുക. മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വധിക്കീ വല്ലഭേ. ഭർത്തുവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാകന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളമാത്രയുണ്ടല്ലോ ഭവാനി പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജാഭിഷേകം ആരംഭിച്ചു. സത്യമോ തൊൽക ഭർത്താവേ വിലവോടു വൃത്താന്തം എത്രയും ചിത്രമോട്ടാളിതം എന്നതൂ കേട്ടരുൾ ചെയ്തൊരു വരൻ തന്നീ കുലമൊഴി മാലികയെ കേൾക്കണേ. മന്നവൻ കേകയപുത്രിയാമയ്ക്കു മുന്നമേ രണ്ടുപരം കൊടുത്തിരിനാൾ. നിന്നവർ നാട്ടിൽ സുരാതുര യുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയതാൽ ഒന്ന് ഭരതനെ വാഴിക്കുന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും സത്യവിരോധം വരുമുടനുടെ ചിത്തേരി രൂപിച്ചു പേടിച്ചു ദാതനം. മാതാവിനാശു വരവും കൊടുത്തിരു ദാതൻ, അതുകൊണ്ട് ഞാനിന്ന് പോകുന്നു. ദണ്ഡകാരണ്യെ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിനേതും മുടക്കം വരകല വയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുകണേ. രാഘവനിത്തം പറഞ്ഞത് കേട്ടോരും ആകാശത്തിൽ മുഖീതാനുമരുൾ ചെയ്തു. നാരായണ 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 നാരായണ. ഇങ്ങനെ ദേവന്മാരോട് പ്രാർത്ഥിച്ച് കണ്ണീരടക്കിക്കൊണ്ട് രാമനെ പുറകെ പുറന്നു. 14 വർഷം തന്നത്തിൽ വർദ്ധിച്ചിട്ട് അടുത്തു വരിക എന്ന് കൗസല്യ അനുവാദം നൽകി. അപ്പോൾ തന്നെ ശ്രീരാമനെ നമസ്കരിച്ച് ലക്ഷ്മണൻ തൊണ്ടയിറച്ചോടെ പറഞ്ഞു. അങ്ങ് എഴുതിച്ചത് കേട്ടിട്ട് എൻ്റെ മനസ്സിലുണ്ടായ സംശയം തീർന്നു. അങ്ങയുടെ പാദസേവയ്ക്കായി അടിയൻ കൂടി വിലകൊള്ളുന്നതിന് സന്തോഷത്തോടെ അനുവദിക്കണം. ദയാനിധിയെ രാമചന്ദ്ര, ഇക്കാര്യം അങ്ങ് അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ പ്രാണത്യാഗം ചെയ്യും. ഇത് കേട്ട് എങ്കിൽ നീ കൂടി വന്നു പോന്നുകൊള്ളൂ എന്ന് രാമദേവൻ അനുവാദം നൽകി. ദേവിയോട് യാത്ര പറയാനായിട്ട് ശ്രീരാമൻ സീതാഗൃഹത്തിലെത്തി. ഭർത്താവ് വന്നത് കണ്ടിട്ട് സീതാദേവി പുഞ്ചിരിയോടെ പെട്ടെന്ന് എഴുന്നേറ്റ് സ്വർണ്ണപാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് ആദരവോട് നിൽക്കാൻ കഴിയിച്ചു. പിന്നീട് ലജ്ജയോടെ വൈദേഹി പറഞ്ഞു, ദയാതിരയെ അകമ്പടിക്കാരില്ലാത്ത കാൽനടയായി എഴുന്നള്ളിയത് എന്തുകൊണ്ടാണ്? നാഥാ കൊമ്പനാനെവിടെ വെൺകൊറ്റക്കൊടിയും വിദ്യാപരവും താഴവൃന്ദവും വാദ്യഘോഷങ്ങളും സ്വർണ്ണാഭൂഷണങ്ങളും അകമ്പടിക്കാരായ സാമന്തന്മാരും ഒന്നുമില്ലാതെ തനിയെ എഴുന്നള്ളിയത്. സീതയുടെ വാക്കുകൾ കേട്ട് രാജകുമാരൻ പറഞ്ഞു, എടോ, എനിക്ക് പുണ്യം നേടാനായി ദണ്ഡകവനമെന്ന രാജ്യം അച്ഛൻ തന്നിരിക്കുന്നു. ആ രാജ്യം ഭരിക്കാനായി ഞാൻ പോകുന്നു. നീ ഉള്ളിൽ ദുഃഖമില്ലാതെ ഇവിടെ വസിക്കുക. പ്രിയപ്പെട്ടവളെ, അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് നീയെ സുഖമായി വാഴുക. ഭർത്താവ് പറഞ്ഞത് കേട്ട് സീതാദേവി പറഞ്ഞു, രാത്രിയിൽ പോലും അങ്ങയെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത വിധം അച്ഛനും സ്നേഹമുണ്ടായിരുന്നതല്ലേ. എന്നിട്ടിപ്പോൾ കാട്ടുരാജാവാൻ വാക്കാൻ തോന്നിയത് എന്തുകൊണ്ട്? ഇന്നലെ രാജാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് രാജാവല്ലേ? അങ്ങ് പറയുന്നത് സത്യം തന്നെയാണോ? കഥകളൊക്കെ വിചിത്രം തന്നെ. ശ്രീരാമൻ പറഞ്ഞു, സുന്ദരി കേൾക്കൂ. മഹാരാജാവ് പണ്ട് കൈകേയിയമ്മയ്ക്ക് 2 വരം കൊടുത്തിട്ടുണ്ട്.
സ്വർഗലോകത്തിൽ ദേവാസുര യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയ കാലത്താണത്. അവയിലൊന്ന് ഭരതനെ രാജാവാക്കണമെന്നും മറ്റൊന്ന് എന്നെ വനവാസത്തിന് അയക്കണമെന്നുമാണ്. സത്യലംഘനം ഉണ്ടാകുമെന്ന് ഭയന്ന അച്ഛനമ്മയ്ക്ക് വരം നൽകി. അതുകൊണ്ട് ഞാൻ ഇന്ന് വനത്തിലേക്ക് പോവുകയാണ്. ദണ്ഡകാരണ്യത്തിൽ 14 വർഷം വസിച്ചിട്ട് ഒരു പ്രയാസവും കൂടാതെ ഇവിടെ ഞാൻ തിരിച്ചെത്തും. ഇക്കാര്യത്തിൽ നീ തടസ്സമൊന്നും പറയരുതേ. അമ്മയുമൊത്ത് ദുഃഖമില്ലാതെ ഇവിടെ വസിച്ചുകൊള്ളുക. ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി.